ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലേഷനെ കുറിച്ചാണ്. എന്താണ് ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പുകളും ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളും ആയിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഫിലിപ്സ് കർവ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട രണ്ട് ഏരിയാസ് ആണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും. ഈ രണ്ട് ഏരിയാസ് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫിലിപ്സ് കർവ് പോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറീസിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ഇപ്പൊ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പല മാക്രോ എക്കണോമിക് പോളിസീസും ഫോം ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ ഈസ് എ ഫിനോമിന ദാറ്റ് ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് എ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എവറി സെക്ടർ. ആസ് ദ പ്രൈസ് ഓഫ് തിങ്സ് റൈസ്, ഇറ്റ് കോൺസിക്വന്റ്ലി ലോവർ ദി ബൈയിങ് പവർ ഓഫ് എ currency, meaning each unit of currency will buy fewer goods and services. അപ്പൊ നമ്മൾ വളരെ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കോണമിയിലെ ജനറൽ പ്രൈസ് ലെവൽ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ പ്രൈസ് ലെവൽ റൈസ് ചെയ്യാന്ന് പറയുന്നു. അപ്പൊ ഈ പ്രൈസ് ലെവൽ റൈസ് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും റിയൽ ആയിട്ടുള്ള മീനിങ് എന്താ? നമ്മുടെ കൈവശമുള്ള ഒരു സർട്ടൈൻ കറൻസി, ഇപ്പൊ 100 രൂപയാണെങ്കിൽ ആ 100 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ പീരീഡിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. സാധനങ്ങളുടെ പ്രൈസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ കൈവശമുള്ള മണിയുടെ പർച്ചേസിങ് പവർ കുറയാന്നുള്ളതാ. നമുക്ക് 100 രൂപയ്ക്ക് ഒരു സർട്ടൈൻ ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇയർ ബൈ ചെയ്യാമെങ്കിൽ ഈ ഇൻഫ്ലേഷൻ മൂലം നെക്സ്റ്റ് ഇയർ ഈ ഒരു 100 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സെയിം ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ബൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഫിനോമിന. നമ്മൾ വളരെ ജനറൽ ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സർട്ടൈൻ ആയിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളുടെയും അല്ലെ ഏറ്റവും ബേസിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മിൽക്ക് പോലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു 2-3 വർഷം മുമ്പ് നിങ്ങൾ അതിന്റെ പ്രൈസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് അതിന്റെ പ്രൈസ് എത്രയാണെന്ന് എടുത്തു നോക്കുക. അപ്പം ഏകദേശം ഒരു 15-16 രൂപയിൽ കടന്ന ആ ഒരു മിൽക്ക് പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കറന്റ് എത്രയാണ്? 28 അല്ലെങ്കിൽ 29ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഓരോ വർഷം ഇനി വരും കാലഘട്ടത്തിലും എന്താ ഇതിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പർട്ടിക്കുലർ എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം ഇൻഫ്ലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ കൈവശമുള്ള മണീന്റെ വാല്യൂ എന്താണ്? ഓരോ പർട്ടിക്കുലർ ഇയറിലും ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ആക്ച്വൽ മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താ? ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, അതല്ലെങ്കിൽ എന്താണ്? കറൻസിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ഡിസ്പൈറ്റ് ദ കറൻസി ലൂസിംഗ് ഇറ്റ്സ് വാല്യൂ ഡ്യൂറിംഗ് ഇൻഫ്ലേഷൻ, slight inflation is considered good. The rate by which inflation is determined is known as the inflation rate. അപ്പൊ നമ്മൾ പറയുന്നു എന്താണ്? നമ്മുടെ കറൻസിന്റെ വാല്യൂവിനെ ഡിക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ജനറൽ പ്രൈസിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കെനീഷ്യൻ ഐഡിയാസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കെയ്ൻസ് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു സ്ലൈറ്റ് ഇൻഫ്ലേഷൻ എക്കോണമിക്ക് എല്ലായ്പ്പോഴും നല്ലതാണ്. ഇപ്പം യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു 3 to 4% ആണ് മാക്സിമം പറയാം. നമ്മൾ മോണിറ്ററി പോളിസി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്, ഇൻഫ്ലേഷൻ അപ്പർ ലിമിറ്റ് എത്രയാണ്, ലോവർ ലിമിറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ആർ ബി ഐയുടെ ഐഡിയ അനുസരിച്ച് അല്ലെ RBIയുടെ മോണിറ്ററി പോളിസിയുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ടാർഗറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4%, അതായത് 3 to 4% ഇൻഫ്ലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആണ് എപ്പോഴും RBI ശ്രമിക്കുന്നത്. അപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി മുഴുവനും നെഗറ്റീവ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3 to അല്ലെങ്കിൽ 2 to 4% ഇൻഫ്ലേഷൻ എല്ലായ്പ്പോഴും എക്കോണമിക്ക് എന്താണ്? ഒരു ബൂസ്റ്റ് കൊടുക്കുക, എക്കണോമിക് ഗ്രോത്തിന് ഒരു ബൂസ്റ്റ് കൊടുക്കുന്ന ഇൻഫ്ലേഷൻ ആണ്. കാരണം ഓരോ ഇയറിലും ഈ പറയുന്ന സ്ലൈറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അതെന്താണ്? അവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനെ എൻകറേജ് ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്നു. അവരുടെ ഈ ഒരു പ്രൊഡക്റ്റുകൾക്ക് ഹയർ വാല്യൂ കിട്ടുന്നതനുസരിച്ച് എന്താണ്? അവർക്ക് കൂടുതലോട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എൻകറേജ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ അപേക്ഷിച്ച് കൺസ്യൂമേഴ്സ് എന്താണ്? അവരുടെ കൺസംഷൻസ് ഒരുപാട് ഡിലേ ആക്കില്ല. അവരെന്ത് ചെയ്യുന്നു? സ്ലൈറ്റ് ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? അത്യാവശ്യ കാര്യങ്ങൾ ഓരോ പർട്ടിക്കുലർ ഒരു നല്ല ഒപ്റ്റിമൽ ആയിട്ട് ഒരു ടൈം പീരീഡിന് ഇടയ്ക്ക് തന്നെ ബൈ ചെയ്യാൻ റെഡിയുമാവുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ ജനറൽ പ്രൈസിൽ ഉണ്ടാകുന്ന റൈസ് ആണ്, അല്ലെങ്കിൽ
നമ്മുടെ കറൻസിയിൽ ഉണ്ടാകുന്ന വാല്യൂലെ ഡിക്രീസ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും സ്ലൈറ്റ് ഇൻഫ്ലേഷൻ എല്ലായ്പ്പോഴും എന്താണ് ഒരു എക്കോണമിക്ക് ബെറ്റർ ആണ്, അല്ലെങ്കിൽ നല്ലതായിട്ടാണ് നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാം. അപ്പം ഇതാണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് ഇൻഫ്ലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ കാണുന്നത് മേജർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ മേജർ ആയിട്ട് 3 ടൈപ്പുകളാണ് നമ്മൾ ഇൻഫ്ലേഷന് റീസൺസ് പറയുക. ഒന്നാമത്തത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്, രണ്ടാമത്തത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്, മൂന്നാമത്തത് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ ആണ്. അപ്പം ഇങ്ങനെ 3 രീതിയിലാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള മേജർ റീസൺസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടൈപ്പുകളായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട ഇത് 3 നമ്മൾ നേരത്തെ സ്കൂൾ ഓഫ് തോട്ട്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു. ഇതാണ് ട്രയാങ്കിൾ മോഡലാണ് ഈ 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചും കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്യുക. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഡിമാൻഡ് പുള്ളിനെയും കോസ്റ്റ് പുഷിനെയും മാത്രമായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടൈപ്പിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ട്രയാങ്കിൾ മോഡലാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് നോക്കാം. Demand pull inflation, this is when the aggregate demand in the economy exceed aggregate supply. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. എന്താണ് എക്കോണമിയിലെ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അഗ്രഗേറ്റ് സപ്ലൈനേക്കാളും കൂടുതലായിട്ട് വരുന്നു. അതായത് ആളുകളുടെ ഏതാണ് പർച്ചേസിംഗ് ആണ്, ആളുകൾക്ക് കൂടുതൽ ഡിമാൻഡ് ആണുള്ളത് സപ്ലൈക്ക്. ഓട്ടോമാറ്റിക്കലി ഡിമാൻഡിനേക്കാളും സപ്ലൈ കുറവ് വരുമ്പോൾ, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്ലൈനേക്കാളും കൂടുതലായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ് ഗുഡുകളുടെ പ്രൈസസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം അഗ്രഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ മോഡൽ എടുത്ത് നോക്കുമ്പോൾ അറിയാലേ, ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പം ഇവിടെ സപ്ലൈയിൽ ചേഞ്ച് ഇല്ലാതെ ഡിമാൻഡ് ഇൻക്രീസ് സംഭവിക്കുക എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ് പ്രൈസ് റൈസ് ചെയ്യും. അപ്പം അഗ്രഗേറ്റ് ഡിമാൻഡ് അഗ്രഗേറ്റ് സപ്ലൈനേക്കാളും എക്സീഡ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് എന്ത് വരിക? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ വരിക. This increase in the aggregate demand might occur due to an increase in the money supply or income or the level of public expenditure. അപ്പൊ പല റീസൺസ് കൊണ്ട് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അപ്പൊ ഞാൻ ഇവിടെ ഏകദേശം ഒരു 10ഓളം കോസസ്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന 10ഓളം കോസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജനറൽ ആയിട്ട് അതൊന്ന് നോക്കിപ്പോവാം. ഏറ്റവും ആദ്യത്താണ് ഇൻക്രീസ് ഇൻ ഇൻകം. ആളുകളുടെ കൈവശമുള്ള ഇൻകം റൈസ് ചെയ്യുന്നു, അല്ലെ? എനിക്ക് എന്റെ ഇൻകം ഓരോ വർഷം കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ എന്റെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ പർച്ചേസ് ചെയ്യും. അപ്പം എന്റെ ഇൻകം സഡൻ ആയിട്ട് ചിലപ്പോൾ കൂടിക്കാണും, പക്ഷെ അതനുസരിച്ച് എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്റെ ഡിമാൻഡ് കൂടി പക്ഷെ സപ്ലൈ കൂടിയിട്ടില്ല, അല്ലെങ്കിൽ ഇൻകം കൂടിയത് കൊണ്ട് അഗ്രഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു പക്ഷെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുമൂലം എന്ത് ചെയ്യുക? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള റീസൺ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് കൂടുതൽ എക്സ്പെൻഡിച്ചേഴ്സ് വഴി എക്കോണമിയിലേക്ക് മണി സപ്ലൈ എന്ത് ചെയ്യാണ്? പമ്പ്, അല്ലെങ്കിൽ മണി പമ്പ് ചെയ്യാണ്. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സിറ്റിസൺസിന് കൂടുതൽ ഏതാണ് പർച്ചേസിംഗ് പവർ കിട്ടുവാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസ് കിട്ടുവാണ്, അവർക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുകയാണ്. അപ്പൊ അതുവഴിയും എന്ത് ചെയ്യാം? അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും എക്സീഡ് ചെയ്യാം. അതും ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് റീസൺ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഡിക്രീസ് ഇൻ ദ ടാക്സ്. ടാക്സേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു. ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നു പറഞ്ഞാൽ എന്താണ്? എനിക്ക് കൺസ്യൂം ചെയ്യാനുള്ള എന്റെ ഇൻകത്തിന്റെ അളവ് കൂടുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും എന്ത് ചെയ്യാം? അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യാം. അപ്പൊ അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും ഗ്രേറ്റർ ആയിട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ദെൻ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ്. അപ്പൊ മോണിറ്ററി പോളിസി വഴി സെൻട്രൽ ബാങ്ക് ഒരുപാട് മണി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ കയ്യിൽ കൂടുതൽ മണി സപ്ലൈ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ മണി ഉണ്ടാകുന്നു. ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്നു. അഗ്രിഗേറ്റ് സപ്ലൈയിലേക്കാളും ഡിമാൻഡ് കൂടുതലായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ദെൻ എക്സ്റ്റെൻസീവ് ക്രെഡിറ്റ് പോളിസി. ആളുകൾക്ക് ഏതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരുപാട് ഏതാണ് ക്രെഡിറ്റ് അവൈലബിലിറ്റി കൊടുക്കുകയാണ്. EMI ഓപ്പർച്യൂണിറ്റീസ്, വളരെ ലെസർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ EMIs കൊടുക്കുന്നു, അല്ലെങ്കിൽ ലോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ലോൺ എടുക്കും. അതുവഴി കൂടുതൽ ഡിമാൻഡ്, ഗുഡ്സ് ആൻഡ് സർവീസ് കൂടുതൽ ഡിമാൻഡ് വരുന്നു. അത് അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇൻക്രീസ് ഇൻ ദി ഫോറിൻ ലോൺസ് ആൻഡ് എയ്ഡ്സ്. അപ്പം ഫോറിൻ കൺട്രീസ് എന്നുള്ള എയ്ഡ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ ലോൺസും ഒക്കെ നമ്മുടെ കൺട്രിയിലേക്ക് ഒരുപാട് വരാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴിയും ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് വൺ ദ പ്രോസ്പെക്ട് ഓഫ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഇൻ ബിസിനസ്. അപ്പം ആളുകൾക്ക് എക്കോണമിയിൽ ഒരു കൂടുതൽ കോൺഫിഡൻസ് വരുവാണ്. എക്കോണമിയിൽ തോന്നുവാണ് കൂടുതൽ ഏതാണ് ഇൻവെസ്റ്റ്മെന്റ്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒരുപാട് ബൂം ചെയ്യുകയാണ്, വളരെ ഇൻക്രീസ് ആയിട്ട് ബൂം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ
എക്സ്പെക്ടേഷൻ ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ. ആളുകൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാവുക കൂടുതൽ ഇൻഫ്ലേഷൻ വരാനുള്ള അല്ലെങ്കിൽ പ്രൈസ് ലെവൽ സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പോകും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു വെപ്രാളത്തിൽ കൂടുതൽ സാധനങ്ങൾ ബൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകാം. അതും ഡിമാൻഡ് പുള്ളിലേക്ക് ലീഡ് ചെയ്യാം. ദെൻ ഇൻക്രീസ് ഇൻ ദി പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ആളുകൾക്ക് അവരുടെ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അഡീഷണൽ ഇൻകത്തിന്റെ, നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻകത്തിന്റെ എത്ര ശതമാനമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ MPC എന്ന് വിളിക്കുക. അപ്പൊ ഈ MPCന്റെ വാല്യൂ കൂടിയാലും എന്ത് സംഭവിക്കും, അവിടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ ദ ഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മുടെ കൺട്രിയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടി കഴിഞ്ഞാലും എന്ത് ചെയ്യാം, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 10 റീസൺസ് ആണ് യൂഷ്വലി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ചാൻസസ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു എക്കോണമിയിലെ അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഡിമാൻഡിനേക്കാളും ലെസ് ആയിട്ട് വരുന്നു, അതല്ലെങ്കിൽ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന അഗ്രഗേറ്റ് സപ്ലൈനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന അഗ്രഗേറ്റ് ഡിമാൻഡ് കൂടുതൽ എക്സസ് ആകുന്നത് മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പൊ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ ഒരേ ഒരു റീസണേ ഉള്ളൂ, എന്താണ്, ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദ ഫേംസ്. അപ്പം ഫേംസിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അതായത് നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ്. അപ്പൊ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിൽ ഇൻക്രീസ് സംഭവിക്കാനുള്ള മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്താ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫേംസ് അതിന്റെ പ്രൈസിനെ ഇൻക്രീസ് ചെയ്ത് പറ്റൂ, എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പ്രോഫിറ്റ് മാർജിനെ എന്ത് ചെയ്യാൻ പറ്റൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഈ ഒരു റീസൺ കൊണ്ട് കോസ്റ്റ് പുഷ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. This occur when there is an increase in the cost of production for firms, causing aggregate supply to shift to the left. അപ്പം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്തിനെ ഷിഫ്റ്റ് ചെയ്യും, അഗ്രഗേറ്റ് സപ്ലൈനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് കുറയും, പ്രൈസ് കൂടുവാണ്. നമ്മൾ പലപ്പോഴും ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനിഷ്യലി AS എന്ന് പറഞ്ഞ അഗ്രഗേറ്റ് സപ്ലൈ കർവ് AS 1 ആണ്, ഇവിടുത്തെ പ്രൈസ് ലെവൽ P1 ഉം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y1 ഉം ആണ്. അപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന യൂസ് ചെയ്യുന്ന ഇൻപുട്ടുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. വളരെ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്നത് എന്താണ്, ഓയിൽ പ്രൈസസിൽ ഉണ്ടാകുന്ന റൈസ് ആണ്. അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസസിലൊക്കെ ചേഞ്ച് വരുമ്പോൾ ക്രൂഡ് ഓയിൽസിന്റെ അല്ലെങ്കിൽ ഓയിലിന്റെ യൂസേജ് എന്താ എല്ലാ പ്രൊഡക്ഷനിലും അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓയിൽ പ്രൈസുകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൈസ് ചെയ്യുക. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൈസ് ചെയ്യുമ്പോൾ അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്താണ്, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഔട്ട്പുട്ട് Y2 ആയിട്ട് കുറഞ്ഞു, പ്രൈസ് ലെവല് P2 ആയിട്ട് റൈസ് ചെയ്യുന്നു. അപ്പം ഇവിടെ എന്താണ്, അഗ്രഗേറ്റ് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്തുമൂലമാണ്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൈസ് ചെയ്യുന്നതാണ്. The cost push inflation could be caused by rising energy and commodity prices. അപ്പൊ എനർജി പ്രൈസസിൽ ഈ പറയുന്ന ഓയിൽ പോലുള്ള എനർജി പ്രൈസസിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് പലപ്പോഴും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമാണ്. അപ്പൊ ഈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ് നമ്മൾ പലപ്പോഴും സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ, സപ്ലൈ സൈഡിൽ നിന്നുള്ളതെന്ന് പറയും. മറ്റേ നമ്മൾ ഡിമാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ പറഞ്ഞല്ലേ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അഗ്രഗേറ്റ് ഡിമാൻഡ് എക്സീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണ്, സപ്ലൈ ഷോക്ക് ആണ്, അല്ലെങ്കിൽ സപ്ലൈ സൈഡിൽ നിന്നുള്ള ഒരു പർട്ടിക്കുലർ എഫക്റ്റ് ആണ്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഓൾസോ കോൾഡ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ ഈസ് കോസ്ഡ് ബൈ എ ഡ്രോപ്പ് ഇൻ അഗ്രഗേറ്റ് സപ്ലൈ. ദിസ് മേ be due to natural disaster or increase in the prices of input. അപ്പം സപ്ലൈ ഷോക്സ് ഉണ്ടാകാൻ എന്തൊക്കെയാണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണമാകാം, എന്താണ്, ഇൻപുട്ടുകളുടെ പ്രൈസ് റൈസ് ചെയ്യുന്നതായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, എ സഡൻ ഡിക്രീസ് ഇൻ ദി സപ്ലൈ ഓഫ് ദി ഓയിൽ ലീഡിംഗ് ടു ഇൻക്രീസ് ഇൻ ദ ഓയിൽ പ്രൈസസ് can cause cost push inflation. Producers for whom oil is a part of their cost could pass it on to the consumer in the form of increased prices. അപ്പം പലപ്പോഴും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻസ് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഓയിൽ പ്രൈസസിന്റെ റൈസ് ആണ്. ഇനി അതല്ലെങ്കിൽ എന്താണ്, നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഒരു റീസൺ ആകാം. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തിലേക്ക് ലീഡ് ചെയ്യാം, ഈ പറയുന്ന സപ്ലൈ മീൻസിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം,
അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള പല റീസൺസും ഈ ഒരു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമാണ്. അപ്പൊ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. അപ്പൊ ഈ ട്രയാങ്കിൾ മോഡൽ, ന്യൂ കെനീഷ്യൻസിന്റെ ട്രയാങ്കിൾ മോഡലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു ലൂപ്പ് എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മൾ യൂഷ്വലി പറയുന്ന വേജ് പ്രൈസ് സ്പൈറൽ എന്നാണ് നമ്മൾ പറയുക. അതായത് എക്കോണമിയിൽ എന്താണ്, ഈ ലിവിങ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഡിമാൻഡ് അവർ, അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് വേജ് ഇൻക്രീസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഞങ്ങളുടെ ലിവിങ് കോസ്റ്റ് കൂടുവാണ്. അപ്പം ഈ പറയുന്ന വേജ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം ഈ ബിസിനസ് ഫേംസിന് അവരുടെ എന്താണ് ഈ അവരുടെ പ്രോഫിറ്റ് മാർജിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം, ഗുഡ്സുകളുടെ പ്രൈസ് റൈസ് ചെയ്തേ പറ്റൂ അല്ലെ. അപ്പം അവർക്ക് വേജ് ഇൻക്രീസ് കൊടുക്കണമെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകളുടെ പ്രൈസും ഇൻക്രീസ് ചെയ്യണം. അപ്പം ഇങ്ങനെ എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഗെയിൻ എന്താണ് ഇവരുടെ ലിവിങ് കോസ്റ്റ് കൂടുവാണ്. അപ്പം ഈ ഒരു ലൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ വിച്ച് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് എ വേജ് പ്രൈസ് സ്പൈറൽ occur when workers demand higher wages to keep up with rising living costs. This in turn cause business to raise their price in order to offset their rising wage costs, leading to a self-reinforced loop of wage and price increases. അപ്പം ഇനിഷ്യലി എന്താ സംഭവിച്ചത്, വർക്കേഴ്സ് ലിവിങ് കോസ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ ഹയർ വേജ് ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷെ ഈ ഹയർ വേജ് ഡിമാൻഡ് ചെയ്ത് കഴിയുമ്പം ബിസിനസ് ഫേംസിന് അവരുടെ പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എഗെയിൻ അവരുടെ പ്രൊഡക്റ്റുകളുടെ പ്രൈസിനെ അവർ റൈസ് ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റുകളുടെ റൈസ് എന്താണ്, പിന്നെയും അവരുടെ ലിവിങ് കോസ്റ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പം ഈ ഒരു ലൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം 3 കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ആണ് ഏതാണ്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അപ്പൊ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിൽ ഉണ്ടാകുന്ന റീസൺ എന്താണ്, എപ്പോഴാണോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണോ അവിടെ കൂടുതൽ. രണ്ടാമത്താണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിൽ എന്താ സംഭവിക്കുക, ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന കോസ്റ്റ് റൈസ് ആണ്. അപ്പൊ യൂഷ്വലി അത് നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ പ്രൈസസിലോ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഈ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമാകുന്നത്. അതിനെ നമ്മൾ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ നമ്മൾ വിളിക്കുന്നു. ഇനി മൂന്നാമത്തതാണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. അതെന്താണ്, വേജ് പ്രൈസ് സ്പൈറൽ ആണ്. ഒരു ഏതാണ് സെൽഫ് റീഇൻഫോഴ്സിംഗ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഈ വേജിന്റെയും പ്രൈസിന്റെയും ഇൻക്രീസ് മൂലം. ഇതാണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷന് റീസൺ ആണ്. അപ്പൊ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, മേജർ ടൈപ്പുകളായിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ മോഡൽസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത് ഈ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്ന ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് വിളിക്കുക. അപ്പം ഈ ഇൻഫ്ലേഷൻ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഇയറിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ മന്തിലും ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു എക്കോണമിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് എന്താണ്, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. അല്ലെങ്കിൽ എക്കോണമിക്ക് ഒരു നല്ല ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർട്ടൈൻ റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ആ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ യൂഷ്വലി എന്താ 3% താഴെ, നമ്മൾ 3% താഴെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് എല്ലാ വർഷവും ഒരു എക്കോണമിയിലെങ്കിൽ അതിനെ എന്താ നമ്മൾ പറയാ, ആ എക്കോണമിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ. അത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ അല്ല. അപ്പം ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 3% ഇയർലി ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ്. അതിനെ നമ്മൾ മൈൽഡ് ഇൻഫ്ലേഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട്, മൈൽഡ് ഇൻഫ്ലേഷൻ. അപ്പൊ ക്രീപ്പിംഗ് അല്ലെങ്കിൽ മൈൽഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3% താഴെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻഫ്ലേഷനെയാണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. രണ്ടാമതാണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിച്ചാൽ 3 to 10% ഇയർലി ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെയാണ് നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതൊരിക്കലും നല്ലതല്ല എക്കോണമിക്ക്. ഈ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ ആണ്. എക്കോണമിക്ക് എന്താണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള റീസൺസ് കാരണമാകാൻ ഇവിടെ എന്താണ് നമുക്ക് ഈ വാക്കിംഗ് ഇൻഫ്ലേഷൻ കാരണമാകും. ഓക്കെ, അപ്പം വാക്കിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്, 3 to 10% ഇടയ്ക്കുള്ള 10% വരെയുള്ള ഏതാണ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻഫ്ലേഷനെയാണ് നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അടുത്തതാണ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ. ഗലോപ്പിംഗ് ഇൻഫ്ലേഷനിലേക്ക് വരുമ്പോൾ എന്താണ്, 10% മുകളിലേക്ക് പോകുന്നതാ, വളരെ ഹൈ ആണ് ഇൻഫ്ലേഷൻ. എല്ലാ വർഷവും 10% മുകളിലാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അപ്പം ആ റേറ്റ് ഓഫ് 10% മുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ റേറ്റിനെയാണ് നമ്മൾ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ദെൻ ഏറ്റവും അവസാനത്തെയാണ്
ഹൈപ്പർ ഇൻഫ്ലേഷൻ, എല്ലാ മാസവും 50% മുകളിൽ ഇൻഫ്ലേഷൻ. മറ്റത് വരെ നമ്മളെല്ലാം ഇയർലിയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഗലോപ്പിംഗ് ഇൻഫ്ലേഷന്റെ പ്രശ്നം എന്താ? എല്ലാ മാസവും 50% ഇൻഫ്ലേഷൻ റേറ്റ് റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം ആദ്യത്തെ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനിൽ 3% ഉള്ളായിരുന്നു, അപ് ടു 3% ഇയർലി ഉണ്ടായിരുന്നു. വാക്കിംഗ് ഇൻഫ്ലേഷനിൽ 3 to 10% ഇയർലി ഇൻഫ്ലേഷൻ റേറ്റ്. ദെൻ ഗലോപ്പിംഗ് ഇൻഫ്ലേഷനിൽ എത്രയാണ്? 10% മുകളിലാണ് ഇയർലി ഇൻഫ്ലേഷൻ. പക്ഷെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? 50% മുകളിൽ ഓരോ മന്ത് സംഭവിക്കുക. ഇയർലി അല്ല, മന്ത്ലി എന്താണ് 50% കൂടുതൽ ഇൻക്രീസ് സംഭവിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശ് പോലുള്ള അല്ലെങ്കിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ് പോലുള്ള കൺട്രീസിന് റീസെന്റ് ആയിട്ടുള്ള ഒരു 5-6 വർഷത്തിന് മുമ്പ് സംഭവിച്ച മേജർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ. അപ്പൊ ഹൈപ്പർ ഇൻഫ്ലേഷൻ വൺസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ RBI പോലുള്ള മോണിറ്ററി അതോറിറ്റീസിന്റെ മേജർ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷനെ ഒരിക്കലും ഇവരുടെ കൺട്രോളിൽ നിന്ന് വെളിയിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫിലിപ്സ് കർവ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അതായത് നമുക്ക് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് നമുക്ക് ഷോർട്ട് റണ്ണിലുണ്ട്. അപ്പൊ ആ ട്രേഡ് ഓഫിനെ ഇവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതെന്താണ് പ്രശ്നമാവും. ഇത് രണ്ടും ഒരു സ്റ്റാഗ്ഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ്, ഇവരുടെ മോണിറ്ററി അതോറിറ്റീസിന് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയെന്ന് വരാം. അപ്പം നമ്മൾ 4 റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വെച്ച് 4 ടൈപ്പുകൾ കണ്ടു. ഫസ്റ്റ് വൺ ആണ് നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മൈൽഡ് ഇൻഫ്ലേഷൻ. അതെന്താണ്? ലെസ് ദാൻ 3% ആണ് ഇയർലി. രണ്ടാമത്തെ വാക്കിംഗ് ഇൻഫ്ലേഷൻ ആണ്, 3 to 10% ആണ് വരിക. ദെൻ ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ഗ്രേറ്റർ ദാൻ 10% ആണ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ വരിക. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 50% മുകളിൽ ഒരു മന്തിൽ വരുന്നതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അപ്പം ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് മാത്രം ഒക്യൂറൻസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 4 ടൈപ്പുകളാണ് റേറ്റ് വെച്ച് നമ്മൾ പറയുക. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് വേറെ കൈൻഡ് ഓഫ് മെഷർമെന്റ് ആണ്. ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഒരു ടൈപ്പ് ഓഫ് മെഷർമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു ടൈപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. ഇൻ ഇന്ത്യ കോർ ഇൻഫ്ലേഷൻ ഡിനോട്ട്സ്. അപ്പം കോർ ഇൻഫ്ലേഷൻ ആൻഡ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന 2 കോൺസെപ്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റൻ ചോദിച്ചാൽ എന്താണ് കോർ ഇൻഫ്ലേഷൻ എന്നുള്ളതാ. ഇൻഫ്ലേഷൻ റേറ്റ് വിത്ത് ഫുഡ് ആൻഡ് ഫ്യൂവൽ, ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ഐറ്റംസ്, ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് ഫ്യൂവൽസ്, ഇൻഫ്ലേഷൻ വിത്തൗട്ട് ഫുഡ് ആൻഡ് ബിവറേജസ്. അപ്പൊ നമ്മുടെ ഒരു എക്കോണമിയിലെ വളരെ ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ, നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ജനറൽ ആയിട്ട് നോക്കി ഏറ്റവും കൂടുതൽ പ്രൈസ് ചേഞ്ചസ് വരുന്ന ഏത് ഐറ്റംസിനാണ്? നമ്മൾ എനർജി പ്രൈസസിന് അല്ലെ, നമ്മൾ ഈ പറയുന്ന ഓയില് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോലുള്ള എനർജി പ്രൈസസിനാണ് നമ്മുടെ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള പ്രൈസ് ഉള്ളത്. ഇനി അതുകൂടാതെ തന്നെ മറ്റൊരു ഐറ്റം ആണ് ഫുഡ് പ്രൈസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫുഡ് പ്രൈസസും എനർജി പ്രൈസസും ആണ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷന്റെ ഒരു മേജർ ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. മേ ബി ഒരു 50 to 60% ഇൻഫ്ലേഷൻ ചേഞ്ച് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് എനർജി പ്രൈസസ് ആണ്. അപ്പൊ ഈ ഫുഡ് ആൻഡ് എനർജി പ്രൈസസ് ആയിരിക്കും ഒരു പകുതി കൂടുതൽ ഇമ്പാക്റ്റും നമ്മുടെ ഇൻഫ്ലേഷൻ മെഷർമെന്റിൽ ഉണ്ടാകുന്നത്. അപ്പം ഈ ഫുഡ് ആൻഡ് പ്രൈസസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു ജനറൽ എക്കോണമിയിലെ ജനറൽ ആയിട്ടുള്ള പ്രൈസ് ലെവൽ നോക്കി കഴിയുമ്പോൾ വളരെ ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ എക്കോണമിയിലെ ഇൻഫ്ലേഷൻ റേറ്റിനെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിൽ പകുതി കൂടുതലും ചേഞ്ചസ് കൊണ്ടുവരാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ഫുഡ് പ്രൈസസിലും എനർജി പ്രൈസസിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഈ ഫുഡ് പ്രൈസസിനെയും എനർജി പ്രൈസസിനെയും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് മെഷർ ചെയ്യുമ്പോഴത്തേനും എന്താണ്, അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട്. അതായത് ഈ 2 ഐറ്റം അല്ലാതെ നമുക്ക് അതിൽ കൂടുതൽ ഐറ്റംസ് മറ്റതുണ്ട് അല്ലെ, ഹൗസിങ്, അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് എന്തുണ്ട് നമുക്ക് ഈ നമ്മുടെ ഈ ഡെയിലി കൺസപ്ഷൻസിലുണ്ട്. അപ്പം ഈ 2 ഐറ്റംസിൽ ഉണ്ടാകുന്ന ലാർജ് ചേഞ്ച് എൻറ്റയർ മെഷർമെന്റിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ചില പർപ്പസുകൾക്ക് നമുക്ക് അത് യൂസ്ഫുൾ ആകത്തില്ല. അപ്പൊ ഫുഡ് ആൻഡ് പ്രൈസസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ റേറ്റിനെ നിങ്ങൾ മെഷർ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അതായത് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണ്? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഈസ് എ മെഷർ ഓഫ് ദി ടോട്ടൽ ഇൻഫ്ലേഷൻ വിത്തിൻ ദ എക്കോണമി ഇൻക്ലൂഡിംഗ് കമ്മോഡിറ്റീസ് സച്ച് ആസ് ഫുഡ് ആൻഡ് എനർജി പ്രൈസസ് which tend to be much more volatile and prone to the inflationary spike. അപ്പോൾ വളരെ വോളറ്റൈലും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള വളരെ കൂടുതൽ ടെൻഡൻസി ഉള്ള 2 ഐറ്റംസ് ആണ് ഫുഡ് ആൻഡ് എനർജി പ്രൈസസ്. ഈ ഫുഡ് ആൻഡ് എനർജി പ്രൈസസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ കോർ ഇൻഫ്ലേഷൻ എന്തായിരിക്കും? ഈ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള, ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഈ 2 കമ്മോഡിറ്റീസിനെ നമ്മൾ മാറ്റിയിട്ട്
ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ദ കോർ ഇൻഫ്ലേഷൻ ഈസ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് but does not include those from the food and energy sector. This measure of inflation excludes these items because their prices are much more volatile. It is most often calculated using the consumer price index, which is a measure of price for goods and services. അപ്പം ഈ ഫുഡ് ആൻഡ് എനർജി പ്രൈസസിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുടെ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ വിളിക്കുക കോർ ഇൻഫ്ലേഷൻ. അപ്പൊ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കോർ ഇൻഫ്ലേഷനും. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഫുഡ് ആൻഡ് എനർജി പ്രൈസസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. കോർ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഈ രണ്ട് ഐറ്റംസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മൈനസ് വോളറ്റൈൽ ഫുഡ് ആൻഡ് എനർജി പ്രൈസ്. അപ്പൊ CPI, അതായത് RBI ഒഫീഷ്യലി ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ കറന്റ് യൂസ് ചെയ്യുന്നത് എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, CPI. നമുക്ക് ഒരുപാട് മെഷേഴ്സ് ഉണ്ട് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, GDP ഡിഫ്ലേറ്റർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇതിനെപ്പറ്റി. അപ്പം ഈ കറന്റ് RBI യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? CPI ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പൊ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ചെയ്യുന്ന വോളറ്റൈൽ ഫുഡ് ആൻഡ് എനർജി പ്രൈസസിനെ എക്സ്ക്ലൂഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോർ ഇൻഫ്ലേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാ? ഇൻ ഇന്ത്യ കോർ ഇൻഫ്ലേഷൻ ഡിനോട്ട്സ് ഇൻഫ്ലേഷൻ റേറ്റ് വിത്ത് ഫുഡ് ആൻഡ് ഫ്യൂവൽ, ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ഐറ്റംസ്, ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് ഫ്യൂവൽസ്, ഇൻഫ്ലേഷൻ വിത്തൗട്ട് ഫുഡ് ആൻഡ് ബിവറേജസ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഏതാണ്? വിത്ത് ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് ഫ്യൂവൽസ് ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇനി നമുക്ക് കാണണ്ട, നമ്മളിപ്പം ഇൻഫ്ലേഷന്റെ ടൈപ്പുകളെ ഡിസ്കസ് ചെയ്ത്, അപ്പൊ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് ഡീഫ്ലേഷൻ. വളരെ സിമ്പിൾ. ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്താ സംഭവിക്കുക? ജനറൽ പ്രൈസ് ലെവല് ഇൻക്രീസ് സംഭവിക്കുന്നു. ഡീഫ്ലേഷൻ ആണെങ്കിൽ എന്താണ്? പെർസിസ്റ്റന്റ് ഡിക്രീസ് ആണ്, നെഗറ്റീവ് ഇൻഫ്ലേഷൻ നമ്മൾ വിളിക്കും. അപ്പം ഒരു എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇവിടെ ഡീഫ്ലേഷൻ എന്ന് വിളിക്കുക, അല്ലെ? നമ്മളിപ്പോ 100 രൂപയുടെ ഒരു ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് നമുക്ക് അടുത്ത വർഷം 105, 108, 110 അല്ലെങ്കിൽ 103, 101 കൊടുക്കേണ്ട വന്നാൽ അത് ഇൻഫ്ലേഷനാണ്. പക്ഷെ ഈ തവണ 100 രൂപയ്ക്ക് മേടിച്ച സാധനം നെക്സ്റ്റ് ഇയർ നമുക്ക് 99, 98, 95 കിട്ടിയാൽ അതെന്താണ്? ഡീഫ്ലേഷൻ ആണ്, പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുകയാണ്. അപ്പം ഈ ഡീഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് കുറയും അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യും. ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിംഗ് പവർ കുറയും. ഇതാ സംഭവിക്കുക. അപ്പം നെഗറ്റീവ് ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീഫ്ലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസ്ഇൻഫ്ലേഷൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് മാറിപ്പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. എന്താണെന്ന് നോക്കാം. ഡിസ്ഇൻഫ്ലേഷൻ ഈസ് എ ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, a slowdown in the rate of increase of the general price level of goods and services in the nation's gross domestic product over time. It is a opposite of reflation. അപ്പൊ റീഫ്ലേഷൻ എന്താണെന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഡീഫ്ലേഷൻ ഡിസ്ഇൻഫ്ലേഷൻ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 2012 ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 8% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. 13 ആയപ്പോൾ അത് 7% ആയി, 14 ആയപ്പോൾ അത് 6% ആയി, 15 ആയപ്പോൾ എന്തായി? 5% ആയി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ എല്ലാം ഇൻഫ്ലേഷൻ ഹൈ ആണ്, അല്ലെ? ഇൻഫ്ലേഷൻ ഹൈ ഇവിടെ എന്താ? ഈ എല്ലാ ഇയറും നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ എക്കോണമിയിൽ എന്താ? ഇൻഫ്ലേഷൻ ആണ്, ഇൻഫ്ലേഷൻ ഹൈ തന്നെയാണ്. പക്ഷെ ഓരോ ഇയർ കഴിയുമ്പോഴും ഈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട്. ഇവിടെ ഡീഫ്ലേഷൻ ആണോ? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഡീഫ്ലേഷൻ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഡീഫ്ലേഷൻ സംഭവിക്കണേ നെഗറ്റീവ് സൈൻ മാറണം. നെഗറ്റീവ് സൈൻ ആയിട്ടില്ല. ഇവിടെ എന്താണ്? ഹൈ ഇൻഫ്ലേഷൻ തന്നെയാണ്, പക്ഷെ ഓരോ ഇയർ കഴിയുമ്പോൾ ഈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം ഈ എന്താണ്? ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ഓരോ ഇയറിനും ഇൻഫ്ലേഷൻ റേറ്റ് പതിയെ കുറഞ്ഞു വരുന്ന ആ ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇതെന്താ? റീഫ്ലേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ റീഫ്ലേഷൻ എന്തായിരിക്കും? ഓരോ ഇയറും ഇൻഫ്ലേഷൻ റേറ്റ് ഗ്രാജുവലി കൂടുന്നതിനെയാണ് റീഫ്ലേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് കാണാം. Disinflation occur when the increase in the consumer price level slow down from the previous period when the prices were rising. അപ്പം ഇവിടെ 12-ലെ 8% ആയിരുന്നു, അത് 7 ആയിട്ട് കുറയുന്നു, 6 ആയിട്ട് കുറയുന്നു, 5 ആയിട്ട് കുറയുന്നു. അപ്പൊ ഇവിടെ ഇൻഫ്ലേഷൻ തന്നെയാണ് എക്കോണമിയിൽ സംഭവിക്കുന്നത്, പക്ഷെ ഓരോ ഇയറും ഈ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അടുത്തതാണ്
reflation. It is an act of stimulating the economy by increasing the money supply or by reducing taxes, seeking to bring the economy back to the long-term trend following a dip in the business cycle. അതായത് ഒരു എക്കോണമിയിൽ ഒരു ബിസിനസ് സൈക്കിൾ വന്നു അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ വരുന്നു. ഡിപ്രഷൻ വരുമ്പോൾ യൂഷ്വലി എന്താണ്, അവിടെ ഡീഫ്ലേഷൻ സംഭവിക്കും. പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ചില മോസ്റ്റ് ഓഫ് ദി റിസഷൻ സിറ്റുവേഷൻസിൽ എക്കോണമി വളരെ സ്ലോ ഡൗൺ ആവും, പ്രൊഡക്റ്റുകൾക്ക് പ്രൈസ് ഇല്ലാതാവും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എക്കോണമിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റീഫ്ലേഷൻ എന്ന് പറയുന്നത്. റീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാജുവലി ഈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുക റീഫ്ലേഷൻ. ഡിസ്ഇൻഫ്ലേഷൻ ആണെങ്കിൽ എന്താണ്, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറയുവാണ് എന്ത് സംഭവിക്കുക, ഡിസ്ഇൻഫ്ലേഷന്. റീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്താണ്, കൂടിക്കൊണ്ട് വരുന്നതിനെയാണ് നമ്മൾ റീഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം ഈ റീഫ്ലേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ എന്താ, ഇത് തിരിച്ചിട്ടാൽ മതി. ആദ്യം 2012 5% ആയിരുന്നു, 2013 6% ആയിരുന്നു, 14 7 ആവുന്നു, 15 എത്രയാണ് 8% ആവുന്നു. അപ്പം അത് ഇൻഫ്ലേഷൻ ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു എന്താ 0 തുടങ്ങുക അല്ലെങ്കിൽ -1 തൊട്ട് നിങ്ങൾക്ക് ഒരു -5 വരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ്, റീഫ്ലേഷൻ ആവും. അപ്പൊ റീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാജുവൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിക്രീസിനാവും. ഗ്രാജുവലി ഇൻഫ്ലേഷൻ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദി ഇൻഫ്ലേഷൻ റേറ്റിനെയാണ് നമ്മൾ വിളിക്കുക റീഫ്ലേഷൻ എന്ന് വിളിക്കുക. റീഫ്ലേഷൻ കൂടി വരുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടി വരുന്നതിനെയാണ് റീഫ്ലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, it is the opposite of disinflation, which seeks to return the economy back to the long-term trend. It refers to increase in the price after a contraction in the economy. A reflation occurs when the economy is below full employment and economic stimulus help to increase the demand, which push up prices. അപ്പം ഇതാണ് റീഫ്ലേഷൻ. അപ്പൊ ഡിസ്ഇൻഫ്ലേഷനും റീഫ്ലേഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയുക. ഡിസ്ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സ്ലോ ഡൗൺ ആണ്. റീഫ്ലേഷൻ ആണെങ്കിൽ ഗ്രാജുവലി ഇൻഫ്ലേഷൻ റേറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് റീഫ്ലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. അപ്പൊ നമ്മൾ നേരെ സ്കൂൾ ഓഫ് തോട്ട്സ് ഒക്കെ പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്ത് എന്താണ്, ഒരു എക്കോണമിയിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും വളരെ ഹൈ ആയിട്ട്, ഒരു സ്റ്റാഗ്നന്റ് എക്കണോമിക് ഗ്രോത്തിൽ ഹയർ ഇൻഫ്ലേഷനും ഹയർ അൺഎംപ്ലോയ്മെന്റും ഉണ്ടാകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ കെനീഷ്യൻ ഐഡിയാസ് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഫിലിപ്സ് കർവിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിൽ ട്രേഡ് ഓഫ് ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറവായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറവായിരിക്കും. ഇതായിരുന്നു കെനീഷ്യൻ ഐഡിയാസ്. പക്ഷെ 1970s എന്താ സംഭവിച്ചത്, ഈ ഐഡിയാസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സാധനം സംഭവിച്ചു. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ഹൈ ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഹൈ ആയിട്ട് വന്നു. ഈ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പം ഒരു സ്റ്റാഗ്നന്റ് എക്കണോമിക് ഗ്രോത്തില് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ഒരേപോലെ തന്നെ ഹൈ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുക. It is an economic condition when the stagnant economic growth, high unemployment and high inflation combine together. Basically, inflation plus stagnant growth equal the stagflation. The term emerged during the 1973 and 75 recession. It presents a dilemma for the economic policy since action intended to lower inflation may increase the അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് സ്റ്റാഗ്ഫ്ലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കാം, ഫിലിപ്സ് കർവ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ സിറ്റുവേഷൻ ആണ് ആക്ച്വലി എന്ത് സംഭവിച്ചത്, കെനീഷ്യൻ ഐഡിയാസിന്റെ ഒരു ഫെയിലിയറിന് റീസൺ ആകുന്നത്. അപ്പൊ കെനീഷ്യൻ ഐഡിയാസിന് ഈ സ്റ്റാഗ്ഫ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെയാണ് മോണിറ്ററിസ്റ്റ് ഐഡിയാസും ന്യൂ ക്ലാസിക്കൽസും ന്യൂ കെനീഷ്യൻസും ഒക്കെ വരുന്നത്. അപ്പം ഫിലിപ്സ് കർവ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ദെൻ സ്ക്യൂഫ്ലേഷൻ 2008 2011 വരെ ഉണ്ടായിരുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ് ഈ ഒരു ടേം കോയിൻസൈഡ് ചെയ്യുന്നത്. സ്ക്യൂഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പല സെക്ടേഴ്സിൽ പല രീതിയിലുള്ള ട്രെൻഡ് കാണിക്കുന്നു. ഒരു പർട്ടിക്കുലർ സെക്ടറിൽ ഹൈ ഇൻഫ്ലേഷൻ ആയിരിക്കും, മറ്റൊരു സെക്ടറിൽ എന്തായിരിക്കും, ഇൻഫ്ലേഷനേ ഇല്ലായിരിക്കും, വേറൊരു സെക്ടറിൽ ഡീഫ്ലേഷൻ ആയിരിക്കും വരിക. അപ്പൊ പല നമ്മൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്, ഇങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പല സെക്ടേഴ്സിലും പല ട്രെൻഡ് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സ്ക്യൂഫ്ലേഷൻ എന്ന് വിളിക്കുക. സ്ക്യൂഫ്ലേഷൻ മീൻസ് ദി skewness of inflation among different sectors of the economy. Some sectors are facing huge inflation, some none, and some deflation. It is a new term in the economics that was coined in the aftermath of the financial crisis of 2008 and 11. അപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷമാണ് പല സെക്ടേഴ്സിലും പല ട്രെൻഡ് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സ്ക്യൂഫ്ലേഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ടൈം ആണ് ഓപ്പൺ ഇൻഫ്ലേഷൻ. അതായത് നമ്മൾ ഒരു പോളിസി മെഷേഴ്സും യൂസ് ചെയ്യാതെ ഇൻഫ്ലേഷനെ ചുമ്മാ എന്താണ് ഫ്രീലി വിടുന്നതിനെയാണ് നമ്മൾ വിളിക്കുക ഓപ്പൺ ഇൻഫ്ലേഷൻ. അതായത് ഇവിടെ എന്താണ്, ഗവൺമെന്റ് ഓരോ ആക്ഷൻസും എടുക്കുന്നില്ല, ഇൻഫ്ലേഷൻ എങ്ങനെ പോകുന്ന ആ രീതിയിൽ തന്നെ പോട്ടെ, അതിനെയാണ് നമ്മൾ വിളിക്കുക ഓപ്പൺ ഇൻഫ്ലേഷൻ.
ഇപ്പൊ യൂഷ്വൽ കേസസിൽ ഒരു ഹയർ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ മെഷേഴ്സ് എടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മെഷേഴ്സും എടുക്കാതെ ഇൻഫ്ലേഷനെ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിളിക്കുക ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. എ സിറ്റുവേഷൻ വേർ പ്രൈസ് ലെവൽ റൈസ് വിത്തൗട്ട് എനി പ്രൈസ് കൺട്രോൾ മെഷർ ബൈ ദി ഗവൺമെന്റ്, അതിനെയാണ് ഓപ്പൺ ഇൻഫ്ലേഷൻ. അങ്ങനെയാണെങ്കിൽ സർപ്ലസ്ഡ് ഇൻഫ്ലേഷൻ എന്താണ്? ഗവൺമെന്റ് എന്താണ് ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഇവിടെ ഫിസിക്കൽ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫിസിക്കൽ പോളിസിയാണ്. ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്പൺ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു സർപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് കൗണ്ടറാക്ട് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? സർപ്രസ്ഡ് ഇൻഫ്ലേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ദെൻ അടുത്താണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. ഡ്യൂ ടു സ്ട്രക്ചറൽ പ്രോബ്ലംസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽനെക്ക്, ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള അവൈലബിലിറ്റിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. ആഫ്രിക്കൻ പോലുള്ള കൺട്രീസിന്റെ മെയിൻ ഇഷ്യൂസ് ഈ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ആണ്. അപ്പം ഇത്രയും ടേമുകളാണ് നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഡീഫ്ലേഷൻ. എന്താണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്? നെഗറ്റീവ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡിക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ ആണ്. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന റെഡ്യൂസ് ആണ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. ദെൻ റീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റീഫ്ലേഷൻ എന്ന് വിളിക്കുക. ദെൻ സ്റ്റാഗ്ഫ്ലേഷൻ, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും സ്റ്റാഗ്നന്റ് എക്കണോമിക് ഗ്രോത്തും കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുക. സ്ക്യൂഫ്ലേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെക്ടേഴ്സിൽ ഡിഫറെന്റ് എക്കോണമിയിലെ ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഡിഫറെന്റ് ട്രെൻഡ് കാണിക്കുന്നത്. സെർട്ടൻ സ്ഥലത്ത് ഇൻഫ്ലേഷൻ, ചിലയിടത്ത് ഇൻഫ്ലേഷൻ ഇല്ല, ചിലയിടത്ത് ഡിഫ്ലേഷൻ. ഈ ട്രെൻഡിനെയാണ് സ്ക്യൂഫ്ലേഷൻ എന്ന് വിളിക്കുക. ഓപ്പൺ ഇൻഫ്ലേഷനും സർപ്രസ്ഡ് ഇൻഫ്ലേഷനും ഉണ്ട്. ഓപ്പൺ ഇൻഫ്ലേഷൻ ആണ് ഗവൺമെന്റിൽ ഒരു രീതിയിലുള്ള കൺട്രോളും എടുക്കാതെ ഫ്രീലി ഇൻഫ്ലേഷൻ വിടുന്നതിനെയാണ് ഓപ്പൺ ഇൻഫ്ലേഷൻ. സർപ്ലസ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഗവൺമെന്റ് മെഷേഴ്സ് എടുക്കുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസീസ് വഴി മെഷേഴ്സ് എടുക്കുന്നു ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ. അതിനെയാണ് സർപ്ലസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് വിളിച്ചാൽ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽനെക്ക് പോലുള്ള സ്ട്രക്ചറൽ പ്രോബ്ലംസ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്ലേഷനെയാണ് എന്ത് വിളിക്കുക? സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇത്രയുമാണ് മേജർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇൻഫ്ലേഷണറി ഗ്യാപ്പും റിസഷണറി അല്ലെങ്കിൽ ഡീഫ്ലേഷണറി ഗ്യാപ്പും. രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിന് പറയുക. ഒന്ന് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് അല്ലെങ്കിൽ റിസഷണറി ഗ്യാപ്പ് അല്ലെങ്കിൽ ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്നുള്ളത് ആദ്യം നോക്കാം. ആൻഡ് inflationary gap is the difference between real or actual GDP and the potential GDP. അപ്പം ഒരു എക്കോണമിയിലെ ആക്ച്വൽ ആയിട്ടുള്ള GDPയും ആ എക്കോണമിയുടെ പൊട്ടൻഷ്യൽ GDPയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കുക. നോക്കാം. ആൻഡ് inflationary gap is the difference between actual GDP and potential GDP that could exist in a condition of full employment when real or actual GDP is higher than potential GDP. ഒരു എക്കോണമിക്ക് ഒരു പൊട്ടൻഷ്യൽ GDP ഉണ്ട്. ആ എക്കോണമിയുടെ പൊട്ടൻഷ്യൽ അല്ലെ നമ്മൾ പറയുന്നത് എന്റെ പൊട്ടൻഷ്യൽ ഞാൻ എത്തിയിട്ടില്ല അല്ലെ, എന്റെ ഉള്ള കപ്പാസിറ്റി, എനിക്കുണ്ട മാക്സിമം കപ്പാസിറ്റി, അതിനെയാണ് എന്റെ പൊട്ടൻഷ്യൽ GDP. അതിന് മുകളിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താണ്? ഞാൻ കൂടുതലായിട്ട് എന്റെ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്തു? ആക്ട് ചെയ്തു. അപ്പം ഒരു എക്കോണമി ആ ഒരു എക്കോണമിയുടെ പൊട്ടൻഷ്യൽ GDP-നേക്കാളും മുകളിലായിട്ട് ആക്ച്വൽ GDP വരുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ഉണ്ടാകുക. അപ്പൊ ഇൻഫ്ലേഷൻ ഗ്യാപ്പിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് നിങ്ങൾ ഇവിടെ നോക്കുക. ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ GDP. അപ്പം പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത് YF ആണ്. അപ്പൊ YF-നേക്കാളും ഗ്രേറ്റർ ആയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് വരുവാണ്. അതായത് പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലായിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും അവിടെ എന്താണ്? ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. അപ്പം ഈ പൊട്ടൻഷ്യൽ GDPയും ആക്ച്വൽ GDPയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കുക. In the inflationary gap, actual output is above the potential output in the ADAS framework, and inflationary gap occur when the actual level of output in the economy is greater than potential or full capacity output. അപ്പം ഈ പൊട്ടൻഷ്യൽ GDP-നേക്കാളും ഗ്രേറ്റർ ആയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ ലോങ് ടേം അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഏതാണ്? YF ആണ്. അല്ലെങ്കിൽ അവിടുത്തെ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ YF ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിനേക്കാളും കൂടുതലായിട്ട് അവിടെ ആക്ച്വൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ എന്താണ്? ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ റിസഷണറി ഗ്യാപ്പ് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഇവരുടെ
പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാളും അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ടിനേക്കാളും ലെസർ ആയിട്ട് ആക്ച്വൽ GDP വരുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, റിസഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കുക. A recessionary gap is the difference between real or actual GDP and the potential GDP that would exist in a condition of full employment. When the real GDP is lower than the potential GDP, when an economy is in a recessionary gap, actual output is below potential output. In the aggregate demand, aggregate supply framework, a recessionary gap occurs when the actual level of output in the economy is below the potential or full കപ്പാസിറ്റി ഔട്ട്പുട്ട്. അപ്പം എന്റെ ഫുൾ കപ്പാസിറ്റിക്ക് ഞാൻ എത്താതെ അതിന് താഴെയായിട്ട് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റിസഷണറി ഗ്യാപ്പ്, അല്ലെങ്കിൽ എന്താ എനിക്ക് എന്താ അവിടെ കുറവുണ്ട് അല്ലെ. അപ്പം ഒരു എക്കോണമി ആ എക്കോണമിയുടെ ഫുൾ കപ്പാസിറ്റിനേക്കാളും ലെസർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ടിനേക്കാളും ലെസർ ആയിട്ടാണ് ആക്ച്വൽ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റിസഷണറി ഗ്യാപ്പ് അല്ലെങ്കിൽ ഡീഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഡീഫ്ലേഷണറി ഗ്യാപ്പ്. അപ്പം ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആണെങ്കിൽ എന്താണ്, പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ GDP-നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷണറി ഗ്യാപ്പും. റിസഷണറി ഗ്യാപ്പ് ആണെങ്കിൽ എന്താണ്, എന്റെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാളും ലെസർ ആയിട്ടാണ് എന്റെ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിയൽ GDP വരുന്നത്, അതിനെയാണ് റിസഷണറി ഗ്യാപ്പ് എന്ന് വിളിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വളരെ മേജർ ആയിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അവസാനം നമ്മൾ പഠിച്ചത് ഇൻഫ്ലേഷണറി ഗ്യാപ്പും റിസഷണറി ഗ്യാപ്പ് അല്ലെങ്കിൽ ഡീഫ്ലേഷണറി ഗ്യാപ്പാണ്. അപ്പൊ അതും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്, നോക്കാം എന്തൊക്കെയാണ്. When the price level of goods and services are falling continuously, this phenomena is called deflation, stagflation, inflation, none of the above. ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി എന്താണ്, ഫോൾ ചെയ്യാണ്. കണ്ടിന്യൂസ്ലി ഫോൾ ചെയ്താൽ അതെന്താണ്, ഡീഫ്ലേഷൻ ആണ്, അല്ലെങ്കിൽ ഏതാണ്, നെഗറ്റീവ് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദെൻ inflationary gap refers to the excess of aggregate demand over aggregate supply at full employment level, after full employment level, before full employment level, both 1 and 2. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ പറഞ്ഞ റിസഷണറി ഗ്യാപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റിസഷണറി ഗ്യാപ്പില് എന്താ, എക്സസ് ഓഫ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഓവർ അഗ്രഗേറ്റ് സപ്ലൈ അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ആണോ? അല്ല, ആഫ്റ്റർ ഫുൾ എംപ്ലോയ്മെന്റ്. നമ്മളിവിടെ ഒരു ഗ്രാഫ് കണ്ടായിരുന്നു അല്ലെ. അപ്പൊ അഗ്രഗേറ്റ് സപ്ലൈ, ഷോർട്ട് ടേം അഗ്രഗേറ്റ് സപ്ലൈ കർവും അഗ്രഗേറ്റ് ഡിമാൻഡ് കർവും നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ വരുന്ന എവിടെ, ഈ ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിന് അപ്പുറത്തെ വരിക, അല്ലെങ്കിൽ ആഫ്റ്റർ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ വരിക. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ്. ആഫ്റ്റർ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, സ്റ്റാഗ്ഫ്ലേഷൻ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ deflation and rising unemployment, inflation and rising unemployment, deflation and rising employment, inflation and rising employment. അപ്പൊ റൈറ്റ് ആൻസർ ഏത്, സ്റ്റാഗ്ഫ്ലേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സ്റ്റാഗ്നന്റ് എക്കണോമിക് ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനും ഹൈ അൺഎംപ്ലോയ്മെന്റും ആണ്. അപ്പൊ ഇൻഫ്ലേഷൻ കമ്പൈൻഡ് വിത്ത് റൈസിംഗ് അൺഎംപ്ലോയ്മെന്റ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് വൺ, സ്റ്റാഗ്ഫ്ലേഷൻ മീൻസ് ഇൻഫ്ലേഷൻ വിത്ത് സ്റ്റാഗ്നേഷൻ, റിസഷൻ വിത്ത് സ്റ്റാഗ്നേഷൻ, ഇൻഫ്ലേഷൻ ഗലോപ്പിംഗ് ലൈക്ക് സ്റ്റേജ്, ഇൻഫ്ലേഷൻ ആൻഡ് ഇൻക്രീസിംഗ് ഔട്ട്പുട്ട്. എന്താണ്, ഇൻഫ്ലേഷനും ഹൈ അൺഎംപ്ലോയ്മെന്റും അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് എക്കണോമിക് ഗ്രോത്തും ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഈസ് കോസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ മണി എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ്, ബോത്ത് നൺ ഓഫ്. കോസ്റ്റ് ഓഫ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്ന എവിടെയാണ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഏതാണ്, മണി എക്സ്പെൻഡിച്ചർ കൂടുന്നതാണ് ആളുകളുടെ. ദെൻ when price increases due to increase in the factor prices, it is demand pull inflation, cost push inflation, stagnation, none of the above. ഏതാണ്, ഫാക്ടേഴ്സിന്റെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, if the economy is operating at potential GDP, an increase in the money supply will lead to stagflation, structural inflation, demand side inflation, supply side inflation. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, if economy is operating at full at potential GDP ലാണ്, and increase in the money supply will lead to, money supply റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗെയിൻ ബൂസ്റ്റ് ചെയ്യും. പൊട്ടൻഷ്യൽ GDP ലാണ് ഇതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം സപ്ലൈ കൂടുന്നില്ല, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്, അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരും മണി സപ്ലൈ കൂടിയാൽ. അപ്പൊ അവിടെ എന്താണ്, ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. Next one, according to Keynesians, creeping inflation will help in minimizing unemployment, maximizing real GDP, none of A or B above, both A and B. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എക്കോണമിക്ക് എന്താണ്, നല്ലതാണ്. അവിടുത്തെ
അൺഎംപ്ലോയ്മെന്റിനെ റെഡ്യൂസ് ചെയ്യാനും ഇൻഫ്ലേഷൻ റിയൽ ഔട്ട്പുട്ടിനെ മാക്സിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റൈറ്റ് ബോത്ത് എ ആൻഡ് ബി ആണ് റൈറ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. നെക്സ്റ്റ് വൺ, which among the following model or concept is developed to explain stagflation? Stagflation എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്ത മോഡൽ എന്താണ്? ഞാൻ കുറെ തവണ പറഞ്ഞത് നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് ന്യൂ കെനീഷ്യൻസിന്റെ ട്രയാങ്കിൾ മോഡലാണ് കേട്ടോ. ഇൻഫ്ലേഷനിൽ ഫിലിപ്സ് കർവ് എപ്പോഴും എന്താ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് തമ്മിലുള്ള ട്രേഡ് ഓഫ് കാണിക്കാനാണ്. ഇവിടെ സ്റ്റാഗ്ഫ്ലേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഫിലിപ്സ് കർവിന് സാധിച്ചില്ല. അങ്ങനെയാണ് ഫിലിപ്സ് കർവിന്റെ ഫെയിലിയേഴ്സ് വരുന്നത്. അപ്പൊ ട്രയാങ്കിൾ മോഡലാണ് ഇതിന്റെ റീസൺ. ട്രയാങ്കിൾ മോഡലാണ് എല്ലാ കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ റൈറ്റ് ആൻസർ ബി ആണ്, ട്രയാങ്കിൾ മോഡൽ ബി. നെക്സ്റ്റ് വൺ, വിച്ച് among the following is not a characteristic of stagflation? Stagflation characteristics അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. ഹൈ ഇൻഫ്ലേഷൻ ഉണ്ട്, ഹൈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ലോ ഗ്രോത്ത് ആണ്, ഹൈ എംപ്ലോയ്മെന്റ് അല്ല. അപ്പം ഡി എന്താണ്? characteristics അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെ തന്നിരിക്കുകയാണ്. ഇഫ് CPI ബേസ്ഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ എ കൺട്രി ഈസ് ഗിവൺ ആസ് ഏതാണ്? 2017, 16, 15, 14, 13. ദിസ് ട്രെൻഡ് വിൽ ബി ഡിസ്ക്രൈബ്ഡ് ആസ്. അപ്പൊ ഈ ട്രെൻഡ് എന്തിനെയാ കാണിക്കുന്നത് എന്നുള്ള 17, 16, 15, 14, 13 ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ഇതിന്റെ അകത്തുനിന്ന് മനസ്സിലാവുന്നുള്ളത്? ആ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? ഇതെന്താ പുറകോട്ടാ വന്നിരിക്കുക, 17 13 പുറകോട്ടാ വന്നിരിക്കുക. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ എവിടെ നിന്ന് പറയാം? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുക എന്നുള്ളത്. 13 9 ആയിരുന്നു, 14 7 ആയി, 15 6 ആയി, 16 5 ആയി, 17 2 ആയി. ഇൻഫ്ലേഷന്റെ റേറ്റ് എന്താണ്? ഡിക്രീസ് ചെയ്യുക. ഈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഡിക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? ഡിസ്ഇൻഫ്ലേഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ്. വളരെ കാണുമ്പോൾ വലിയ പേടിയായിട്ട് തോന്നും, പക്ഷെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്താണ്? ഡിസ്ഇൻഫ്ലേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫ്ലേഷനെ കുറിച്ച് പഠിക്കാനുണ്ടായത്. അപ്പൊ നിങ്ങൾ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. വളരെ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. നിങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.